കഥ ആരംഭിക്കുന്നത് ഹച്ച് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹച്ച് ചോദ്യോത്തരത്തിന് വേണ്ടി FBI മുമ്പിൽ ഇരിക്കുകയാണ്. FBI ഉദ്യോഗസ്ഥർ ഹച്ചിനോട് ചോദിച്ചു, ശരിക്കും നിങ്ങൾ ആരാണ്? കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഹച്ച് യാഥാർത്ഥ്യത്തിൽ ഒരു അസാസിനായിരുന്നു. വർഷങ്ങളോളമായി തന്റെ മികച്ച സ്കില്ലുകൾ കൊണ്ട് അസാസിൻ ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കി അവൻ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അസാസിൻ ജോലികളുടെ സ്വഭാവം അറിയാമല്ലോ. കൃത്യസമയത്ത് വീട്ടിലെത്താനോ ഫാമിലിയുമായി സമയം ചിലവിടാനോ ഒന്നും ഹച്ചിന് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുടുംബവുമായി ചെറിയൊരു അകലം ഹച്ചിന് രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഹച്ചിന്റെ ഭാര്യ ബെക്ക എല്ലാ ദിവസവും രാത്രിയിൽ ഡിന്നർ ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ പലപ്പോഴും സമയത്തിന് ഹച്ചിന് എത്താൻ പറ്റാറുണ്ടായിരുന്നില്ല. ഒടുവിൽ സഹികെട്ട് ഒരു ദിവസം ഹച്ചിന് മെസ്സേജ് അയക്കാൻ പോലും ബെക്ക ടൈപ്പ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു ദിവസം ഹച്ചിന് ഒഴിവ് കിട്ടി അവൻ വീട്ടിൽ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ അപ്പോഴാകട്ടെ ഒട്ടും സമയം അവർക്കൊപ്പം ചിലവിടാൻ പറ്റുന്നില്ല. മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോയി. ബെക്കയാണെങ്കിൽ ഓഫീസിലേക്കും ഇറങ്ങുന്നു. താനും കുടുംബവും എത്ര അകലത്തിലേക്കായി പോയി എന്ന് ഹച്ച് ആ നിമിഷം തിരിച്ചറിയുന്നുണ്ട്. ബെക്കയുടെ കാറിനടുത്തേക്ക് ഹച്ച് ചെന്നു. ബെക്ക ആ സമയം ഹച്ചിനോട് പറഞ്ഞു, സമ്മർ വെക്കേഷൻ വരികയാണ്. ഉടനെ ഹച്ചിന്റെ മറുപടിയും വന്നു, എന്തെങ്കിലും ചെയ്യണം, ഞാൻ തന്നെ പ്ലാൻ ചെയ്യാം. കുടുംബം ഒന്നിച്ച് എങ്ങോട്ടെങ്കിലും ഒരു വെക്കേഷന് പോകാം. എനിക്കിന്നൊരു അസൈൻമെന്റ് ഉണ്ട്, കുറച്ചു കഴിഞ്ഞ് ഞാൻ അതിന് പോകും. ബെക്കയോട് ഹച്ച് പറഞ്ഞു. ബെക്കയ്ക്ക് എന്തോ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഹച്ച് അത് പറഞ്ഞത് കേട്ടതും വേണ്ടെന്ന് വെച്ച് ബെക്ക വേഗം വണ്ടിയെടുത്തു പോയി. ഹച്ച് പിന്നാലെ തന്റെ മിഷനായി പുറപ്പെട്ടു. ഒരു പ്രധാന വസ്തു മോഷ്ടിക്കലായിരുന്നു അന്ന് ഹച്ചിന്റെ ദൗത്യം. പക്ഷേ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം അതിനെടുത്തിരുന്നു. എല്ലാം കഴിഞ്ഞ് ഹച്ച് തന്റെ ഹാൻഡ്ലറുടെ അടുത്തെത്തി. ഹാൻഡ്ലർ ഹച്ചിനോട് എന്താ ഇത്രയും വൈകിയതെന്ന് ചോദിച്ചു. ബാർബർ എന്നായിരുന്നു ഹാൻഡ്ലറുടെ പേര്. ഹച്ച് പറഞ്ഞു, അങ്ങനെ എളുപ്പമുള്ളൊരു ജോലിയായിരുന്നില്ല. ആദ്യം ലിഫ്റ്റിൽ കയറി അതിനുള്ളിലുള്ള ഗാർഡുകളെ അടിച്ചിടേണ്ടി വന്നു. അവരുടെ കീക്കാർഡ് കൈക്കലാക്കി പുറത്ത് അടുത്ത ഫ്ലോറിലേക്ക് എത്തിയപ്പോ ഒരു സംഘം തോക്കുമായി നിൽക്കുന്നു. അവരെയും എതിരിടേണ്ടി വന്നു. ഏറെക്കുറെ 1-2 പാർട്ടികള് ഈ ഐറ്റത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുമെന്ന് എനിക്ക് ഊഹമുണ്ടായിരുന്നു. 1-2 വേറൊരു പാർട്ടിയും ഉണ്ടായിരുന്നു. തോക്കേന്തിയവരെയൊക്കെ അടിച്ചിട്ട ശേഷം പാർക്കിംഗ് ലോട്ടിലേക്ക് കടന്നപ്പോഴാണ് അടുത്ത സംഘം എതിരിടാൻ വന്നത്. അതൊരു ബ്രസീലിയൻ സംഘമായിരുന്നു. അവരെ എല്ലാവരെയും ഹച്ച് അടിച്ചിട്ടു. അതൊക്കെ കേട്ട് ബാർബർ അതിശയിച്ചിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഹച്ച് മിഷൻ പൂർത്തിയാക്കി സംഗതി മോഷ്ടിച്ച് ബാർബറെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ നിന്റെ $30 മില്യൺ കടം 800 ഗ്രാൻഡായി കുറഞ്ഞിട്ടുണ്ട് എന്ന് ഹാൻഡ്ലർ ഹച്ചിനെ അറിയിച്ചു. നോബഡി ഫസ്റ്റ് കണ്ടവർക്കറിയാം, ഹച്ച് ഒരു റഷ്യൻ ഗാങ്ങിന്റെ മുഴുവൻ പണവും കത്തിച്ചു കളഞ്ഞിരുന്നു. അതിന് പകരമായി ഹച്ചിപ്പോ ആ പണം തിരികെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏറെക്കുറെ കടം തീർന്നിരിക്കുന്നു. അടുത്തൊരു ജോലിയുടെ കാര്യം ബാർബർ പറയാൻ വന്നെങ്കിലും തനിക്കൊരു ബ്രേക്ക് വേണം എന്ന് ഹച്ച് പറഞ്ഞു. ഈ ജോലി നിന്റെ നേച്ചറിലുള്ളതാണെന്നും അതായിരിക്കും നിനക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക എന്നും ബാർബർ ഒന്നുകൂടി ഹച്ചിനെ ആ സമയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹച്ച് പിന്നാലെ വീട്ടിലെത്തി ഫാമിലിയുമായി വെക്കേഷന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്ലംബർവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർക്കും മറ്റുമുണ്ട്, അങ്ങോട്ടേക്ക് പോയാലോ എന്നായിരുന്നു ഹച്ചിന്റെ പദ്ധതി. കുട്ടിക്കാലത്ത് ഹച്ചിന്റെ അച്ഛൻ ഒരിക്കൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെയും കൂട്ടി മൊത്തം ഫാമിലിയും ഒന്നിച്ച് അവിടെ പോകാം എന്നായിരുന്നു ഹച്ച് പ്ലാൻ ചെയ്തത്. ഹച്ചിന്റെ അച്ഛൻ, അതായത് മുത്തച്ഛൻ കൂടി വരുന്നുണ്ട് എന്ന് കേട്ടതും ഹച്ചന്റെ മക്കൾ കുറച്ച് അസ്വസ്ഥരായി. അവർക്കതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് പോവാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരിടം അവിടം മാത്രമാണെന്നും അന്നച്ഛനാണ് തന്നെ കൊണ്ടുപോയതെന്നും അതുകൊണ്ട് ഫാമിലിയായി പോകുമ്പോ അദ്ദേഹവും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നച്ഛൻ പറഞ്ഞതോടെ കുട്ടികൾ സമ്മതിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഹച്ചന്റെ അച്ഛനായ ഡേവിഡിനെയും പിക്ക് ചെയ്ത് അവർ നേരെ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ പ്ലംബർവില്ലിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പ്ലംബർവില്ലിലെ അമ്യൂസ്മെന്റ് പാർക്കാണ് അവരുടെ ലക്ഷ്യം. അവരങ്ങനെ വാട്ടർ പാർക്കിന്റെ ഭാഗത്തേക്ക് നടന്നു ചെന്നപ്പോ വാട്ടർ പാർക്ക് അന്ന് ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞു. പകരം അവർക്ക് ഹോട്ട് ഡോഗ് കഴിക്കുവാൻ വേണ്ടിയുള്ള കൂപ്പൺസ് കിട്ടി. അങ്ങനെ അത് കഴിക്കാൻ അവർ അവിടെ നിന്ന് അടുത്തുള്ള ഇടത്തേക്ക് കയറുകയാണ്. അങ്ങനെ ആ ഹോട്ട് ഡോഗ് റെസ്റ്റോറന്റിൽ കയറി ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് പണ്ട് താനും തന്റെ സഹോദരൻ ഹാരിയും ഒന്നിച്ച് സ്ഥിരമായിരുന്ന് ഹോട്ട് ഡോഗ് കഴിച്ചിരുന്ന ആ ഇടം ഹച്ച് നോക്കിക്കാണുന്നത്. അവൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഒരു പോലീസുകാരനായിരുന്നു. ലോക്കൽ ഷെരീഫ് ദേഷ്യത്തിൽ ഹച്ചിനടുത്തെത്തി എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. മൊത്തത്തിൽ ഒരു ടെൻഷൻ ആ അന്തരീക്ഷത്തിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു തരത്തിൽ ഹച്ച് അത് ഒതുക്കി തീർത്തു. പിന്നാലെ ഭക്ഷണമൊക്കെ വാങ്ങി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞതും എല്ലാവരും അവിടുത്തെ ആർക്കേഡിലേക്ക് കുറച്ച് ഗെയിംസ് കളിക്കാൻ പോയി. ഗെയിമിൽ ഹച്ചിന്റെ മകൻ ബ്രാഡി കുറച്ച് കൂപ്പൺസ് വിജയിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗേൾസിന് അത് ഗിഫ്റ്റായി കൊടുക്കുകയും ചെയ്തു. ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടിന് അത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബ്രാഡി ചെയ്യാത്തൊരു പ്രവൃത്തിയുടെ പേരിൽ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞ് അവൻ ബ്രാഡിയുടെ അടുത്തെത്തി. ബ്രാഡി ഇതിനൊരുക്കമായിരുന്നില്ല. പിന്നാലെ ദേഷ്യം വന്ന ആ പയ്യൻ ഹച്ചിന്റെ മകളായ സാമിയുടെ ടോയ് അവിടെ
കയ്യിലുണ്ടായിരുന്നത് പിടിച്ചു വാങ്ങി അത് നശിപ്പിച്ചു കളഞ്ഞു. സാമിക്ക് അത് പ്രൈസായി കിട്ടിയതായിരുന്നു. ബ്രാഡി അതിനെ എതിർത്ത് ചോദ്യം ചെയ്തതോടെ അവിടെ ഒരു ഫൈറ്റ് ഉടലെടുക്കുകയാണ്. പിന്നാലെ മാനേജർ കടന്നു വന്നു. മാനേജർ ഒച്ചയുണ്ടാക്കാനും മറ്റും ആരംഭിച്ചു. ഹച്ചും അതിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഒതുക്കി തീർത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ബെക്കയും അത് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ പ്രശ്നം തീർത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ ആർക്കേഡിന്റെ മാനേജർ കുട്ടിസ്വാമിയുടെ തലക്കിട്ട് ഒരു കൊട്ടുകൊടുക്കുന്നത്. ഹച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് പരിധിവിട്ട പ്രവൃത്തിയായിരുന്നു. ഫാമിലിയെ പുറത്തേക്കാക്കിയ ശേഷം ഹച്ച് തിരികെ ആർക്കേഡിന്റെ അകത്തേക്ക് ചെന്നു. താൻ യഥാർത്ഥത്തിൽ ആരാണ്, തന്നെ കൊണ്ട് എന്തു പറ്റും എന്നവിടെ ഉള്ളവർക്ക് ഹച്ച് കൃത്യമായി കാണിച്ചു കൊടുത്തു. ആർക്കേഡ് മാനേജറിനും നല്ല തല്ലുകൊടുത്തു. അപ്പോഴേക്കും ഹച്ചിന്റെ ഫാമിലി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്തായാലും നടന്ന കാര്യങ്ങളുടെ പേരിൽ ഹച്ചും ഫാമിലിയും പോലീസ് കസ്റ്റഡിയിലായി. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ മകൻ ബ്രാഡി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നിങ്ങളവിടെ ചെയ്ത കാര്യമുണ്ടല്ലോ, ചുമ്മാ അടിപൊളിയായിരുന്നു, അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു ഹച്ചിന്റെ മറുപടി. പിന്നാലെ ഷെരീഫ് ഹച്ചിനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടുത്തെ പ്രധാന ഷെരീഫായിട്ടുണ്ടായിരുന്നത് വയറ്റ് എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. വയറ്റാണ് ആ നഗരം നിയന്ത്രിക്കുന്നത്. ആർക്കേഡിൽ വെച്ച് ഹച്ചെതിരിട്ട ആ പയ്യനുണ്ടല്ലോ, ഹച്ചന്റെ മകനോട് എതിരിട്ട പയ്യൻ, അവൻ ശരിക്കും വയറ്റിന്റെ മകനായിരുന്നു. നടന്ന കാര്യങ്ങൾ ഹച്ച് വയറ്റിനോട് വിശദീകരിച്ചു. എന്റെ മകളുടെ തലക്കിട്ട് ആ ആർക്കേഡ് മാനേജർ അടിച്ചു. അങ്ങനൊരു സംഭവങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നടന്ന നിങ്ങൾ എന്തു ചെയ്യും? അതെ, ഞാനും ചെയ്തുള്ളൂ. വയറ്റ് ഹച്ചിനെ ഉപദ്രവിച്ചൊന്നുമില്ല. വയറ്റ് ഹച്ചിനോടും കുടുംബത്തോടും അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അതിന് പിന്നാലെ ഷെരീഫ് തന്റെ ഓഫീസേഴ്സിന് മറ്റു ചില നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു. അങ്ങനെ ഹച്ചും കുടുംബവും ഹോട്ടലിലെത്തി. ഹോട്ടൽ മുറിയിൽ കയറിയതും ബക്ക ഹച്ചിനെ വഴക്ക് പറയാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ യഥാർത്ഥ മുഖം അവിടെ വെച്ച് കാണിച്ചത്? നിങ്ങളുടെ മക്കളത് കണ്ടില്ലേ? അല്ലേലെ ബ്രാഡി വല്ലാതെ വയലന്റായ വളർന്നു വരുന്നത്. നിങ്ങളുടെ ബാഗില് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ആയുധങ്ങൾ വല്ലതും ഉണ്ടാകും എന്ന് ചിന്തിച്ച് ബെക്ക് ചോദിച്ചു. ഇല്ലെന്നൊക്കെ ഹച്ച് പറഞ്ഞു. ബെക്ക ആ ബാഗ് പരിശോധിച്ചു. അതിനുള്ളിൽ ഒരു വൈൻ ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതോടെ ബെക്ക ഒന്ന് തണുത്തു. പിന്നാലെ അവർക്ക് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വൈനും കുടിച്ചവിടെ കിടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഹച്ചും ഫാമിലിയും പാർക്കിൽ കളിക്കുവാൻ വേണ്ടി പോയി. ഇതേ സമയം ഡേവിഡ് ആകട്ടെ തന്റെ പഴയ വീട്ടിൽ തങ്ങുവാൻ തുടങ്ങി. പക്ഷെ കുറച്ചു കഴിഞ്ഞതും ഒരു പോലീസ് ഓഫീസർ തങ്ങളെ പിന്തുടരുന്നത് ഹച്ച ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ബോട്ടിങ്ങിന് പോകുന്ന സമയമായപ്പോ ഹച്ച ഫാമിലിയെ ഒരു ബോട്ടിൽ കയറ്റി വിട്ടു. തനിക്ക് വയറിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞ ഹച്ച് മാറി നിന്നു. അപ്പോഴേക്കും ആ പോലീസുകാരൻ ഒരു കൂട്ടം ഗുണ്ടകളുമായി വരുന്നുണ്ടായിരുന്നു. ഹച്ച് പിന്നാലെ മറ്റൊരു ബോട്ടിൽ കയറി. പോലീസും ഗുണ്ടകളും അതിൽ കയറി. പോലീസുകാരൻ ഹച്ചിനെ എതിരിടാൻ വന്നപ്പോഴേക്കും ആ ബോട്ടിലേക്ക് പ്രായമായ 2 ടൂറിസ്റ്റുകൾ കയറിയിരുന്നു. അതോടെ പോലീസുകാരനും ഗുണ്ടകളും അവിടെ ഇരിപ്പുറപ്പിച്ചു. ബോട്ട് സഞ്ചരിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ഗുണ്ടകൾ ഹച്ചിനെ ആക്രമിക്കാൻ തുടങ്ങി. പ്രായമായവർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കാഴ്ച കാണുകയായിരുന്നതിനാൽ പിന്നിൽ നടക്കുന്ന ഫൈറ്റ് അറിഞ്ഞതേയില്ല. ശക്തമായൊരു പോരാട്ടമായിരുന്നു നടന്നത്. ഹച്ച് ഗുണ്ടകൾക്കും പോലീസുകാരനുമെതിരെ ഫൈറ്റ് ചെയ്തു. ഹച്ചിന്റെ ഒരു വിരൽ മുറിന് വെള്ളത്തിലേക്കും പോയി. അതാണെങ്കിൽ ഒരു മീനും തിന്നു. പക്ഷേ ഹച്ച് ഒതുങ്ങി നിന്നില്ല. അവിടെ ഉണ്ടായിരുന്നവരെ തിരികെ ആക്രമിച്ചു. നല്ല രീതിയിൽ പരിക്കേൽപ്പിച്ചു. എന്തായാലും എല്ലാവരെയും കീഴ്പ്പെടുത്തിയ ശേഷം സുരക്ഷിതനായി മാറിയ ഹച്ച് തന്റെ സഹോദരൻ ഹാരിയെ കോൾ ചെയ്തു. താനിപ്പോൾ പ്ലംബർവില്ലിലുണ്ടെന്നും ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നതാണെന്നും, പക്ഷെ പഴയ പോലല്ല, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്ന് ഹച്ച് ഹാരിയോട് പറഞ്ഞു. അപ്പോഴാണ് ഹാരി പറയുന്നത്, പ്ലംബർവിൽ ഒരിക്കലും നല്ലൊരിടമായിരുന്നില്ല. മുമ്പ് അച്ഛൻ നമ്മളെ കൊണ്ടുപോയിരുന്നത് അച്ഛന്റെ മിഷന് വേണ്ടിയിട്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ചരക്ക് കടത്ത് മേഖലയാണ്. അവിടുത്തെ ലോക്കൽ പോലീസും മാഫിയ സംഘങ്ങളും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. അവരാണ് പല കാര്യങ്ങളും ഡീല് ചെയ്യുന്നത്. ഇതേസമയം മറുവശത്ത് വയാറ്റും ഒരു ഷെരീഫും കൂടി ഒരു കാർഗോ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. വയാറ്റ് ഷെരീഫിനോട് പറഞ്ഞു, പ്രശ്നങ്ങളിലൊന്നും ചെന്നുപെട്ടേക്കരുത്. പിന്നാലെ ഷെരീഫിന് താനയച്ച ആളിൽ നിന്നും ഒരു കോൾ വന്നു. ഹച്ച് വെറും ഒരു സാധാരണക്കാരനല്ല, അയാൾ മറ്റെന്തോവാണ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അത് ആ പോലീസുകാരനെ അപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാരിയുമായി സംസാരിച്ചതിന് പിന്നാലെ ഹച്ച് തന്റെ ഹാൻഡലറായ ബാർബറെ വിളിച്ചു. പ്ലംബർ വില്ലിനെ പറ്റി ചോദിച്ചു. ബാർബറ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്ലംബർ വിൽ കൺട്രോൾ ചെയ്യുന്നത് ലെന്റിന എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. വളരെ ക്രൂരിയായ ഒരു സ്ത്രീയാണ് അവൾ. ഒരു നഷ്ടം പോലും അവർ ഏറ്റുവാങ്ങില്ല. അതിന് കാരണക്കാരായവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും വേണമെങ്കിൽ കൊല്ലുകയും വരെ ചെയ്യും. അവളെ സംബന്ധിച്ചിടത്തോളം പ്ലംബർവെൽ അവളുടെ ബിസിനസിന്റെ പ്രധാന കേന്ദ്രമാണ്. ബാർബർ ഹച്ചിനോട് പറഞ്ഞു, അവിടെ ഒരുപാട് തുടർന്ന് പ്രശ്നങ്ങൾ വഷളാക്കണ്ട, അതിനു മുമ്പ് അവിടെ നിന്ന് പോരുന്നതാണ് ബുദ്ധി. ഈ സമയം വയറ്റിന് ലെന്റിനയിൽ നിന്നൊരു കോൾ വന്നു. ആ ഒരു കാർഗോ ഷിപ്മെന്റോടുകൂടി ലെന്റിനയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കാം എന്നായിരുന്നു വയറ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നത്.
വന്നത്. വൈറ്റിന്റെ അച്ഛന് ലെന്റിനയോട് കുറെ കടമുണ്ടായിരുന്നു. ഇതോടെ അത് തീർക്കും എന്നതായിരുന്നു വൈറ്റ് പറഞ്ഞത്. പക്ഷേ ലെന്റിന അത് സമ്മതിച്ചില്ല. ഈ കടം ഒരിക്കലും തീരാനേ പോകുന്നില്ല എന്നായിരുന്നു ലെന്റിനയുടെ മറുപടി. ലെന്റിന പിന്നാലെ ഷെരീഫിനെ വിളിച്ചു. ആരാണ് യഥാർത്ഥ ബോസ് എന്ന് വൈറ്റിനെ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയേരെ എന്ന മട്ടിൽ പറഞ്ഞു. വൈറ്റിന് ഏറെ ഇഷ്ടമുള്ള മകനെ തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടായിരുന്നു ഷെരീഫ് ലെന്റിനയുടെ ഓർഡർ നടപ്പിലാക്കിയത്. വൈറ്റിന്റെ മകൻ മാക്സിനെ ലെന്റിനയ്ക്ക് കൈമാറാൻ ഷെരീഫ് തീരുമാനിച്ചിരുന്നു. തന്നെ ആക്രമിക്കാൻ ആളെ വിട്ടത് ഷെരീഫാണെന്ന് മനസ്സിലാക്കി ഷെരീഫിനെ ട്രാക്ക് ചെയ്ത് ഹച്ചപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ വളരെയധികം തുക ഷിപ്മെന്റ് തയ്യാറാക്കി നിർത്തിയിരുന്നു. അതിനു മുകളിലേക്ക് പെട്രോൾ ഒഴിച്ച ഹച്ച് തീ കത്തിച്ച് ഷെരീഫിനെ ഭീഷണിപ്പെടുത്തി. ഞാനൊരു പ്രശ്നത്തിനും വരില്ല, എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ വെറുതെ വിട്ടേക്കണം. ഈ ഷിപ്മെന്റിന് വല്ലതും പറ്റിയാൽ ലെന്റിന നിങ്ങളെയൊക്കെ വകവരുത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെയും കുടുംബത്തിന്റെയും പിന്നാലെ വരരുത്. ആദ്യം ഷെരീഫ് അതിനൊന്നും സമ്മതിച്ചില്ല. പക്ഷേ റിസ്ക് മനസ്സിലാക്കി ഷെരീഫ് ഒടുവിൽ അതിനു വഴങ്ങി. ഹച്ചിനോടും കുടുംബത്തോടും അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഹച്ച് അവിടെ നിന്ന് പോരാൻ നേരമാണ് മാക്സിന് മേൽ ഗുണ്ടകൾ ബലം പ്രയോഗിക്കുന്നത് ഹച്ച് കണ്ടത്. അതിലൊന്നും ഇടപെടേണ്ടെന്ന് കരുതി ആദ്യം ഹച്ച് അവിടെ നിന്നിറങ്ങി കാറെടുത്ത് പോവാൻ തുനിഞ്ഞു. പക്ഷേ ഹച്ചിന് അതങ്ങനെ പറ്റില്ലായിരുന്നു. കാറ് റിവേഴ്സ് എടുത്ത് നിർത്തി അകത്തേക്ക് കടന്നു ചെന്ന് ഹച്ച് തന്റെ ആക്രമണം ആരംഭിച്ചു. ആക്രമണത്തിൽ ഷിപ്മെന്റ് മുഴുവൻ കത്തി നശിച്ചു. മാക്സിനെ രക്ഷപ്പെടുത്താൻ ഹച്ചിന് സാധിച്ചെങ്കിലും ആ കെട്ടിടം മുഴുവൻ സ്ഫോടനത്തിനിരയാവുക പോലും ചെയ്തിരുന്നു. പിന്നാലെ ആ വിവരം ലെന്റിനയുടെ ചെവിയിലെത്തി. ലെന്റിനയുടെ ഷിപ്മെന്റ് മുഴുവൻ സ്ഫോടനത്തിനിരയായിരിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹച്ചാണ് എന്ന് ലെന്റിനെ അറിഞ്ഞു. ലെന്റിനയ്ക്ക് ദേഷ്യം മിരച്ചു കയറുന്നുണ്ടായിരുന്നു. പിന്നാലെ ഷെരീഫും വിളിച്ചു. നിന്റെ സോൾജേഴ്സിനെ മുഴുവൻ ഇറക്കിക്കോ, അവനെ വകവരുത്തണം എന്ന് പറഞ്ഞു. ഇതേസമയം മാക്സുമായി ഹച്ച് അവിടുത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നു. മാക്സും ബ്രാഡിയും അവിടെ വെച്ച് കണ്ടു. പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി. അവർ പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്തു. ഇതേസമയം നടന്ന കാര്യങ്ങൾ അറിഞ്ഞ് ബെക്ക അത്ര ഹാപ്പി ആയിരുന്നില്ല. ബെക്ക ഹച്ചിനു മേൽ തട്ടിക്കയറി. ഹച്ചിനും കുറ്റബോധമുണ്ടായിരുന്നു. ഹച്ച് പറഞ്ഞു, ഇതൊന്നും എന്റെ കൺട്രോളിലുണ്ടായ കാര്യമല്ല, എനിക്ക് നിയന്ത്രിക്കാനും സാധിച്ചില്ല. നീ മക്കളുമായി വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളൂ, അതായിരിക്കും നല്ലത്. അങ്ങനെ നിങ്ങൾ വിട്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ എന്റെ കുട്ടികളുടെ അച്ഛനാണ്, എന്റെ ഹസ്ബൻഡാണ്. നടന്നതെന്തായാലും നടന്നു, തീർക്കേണ്ടതൊക്കെ അങ്ങ് തീർത്തേരെ. ഹച്ച് പിന്നാലെ നേരെ പോയത് വൈറ്റിനെ മീറ്റ് ചെയ്യാനായിരുന്നു. വൈറ്റ് ആണെങ്കിൽ വല്ലാതെ ടെൻഷനിലാണ്. ഹച്ച് അവരുടെ കാർഗോ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ ലെന്റിന വൈറ്റിനെ വെറുതെ വിടില്ല എന്നൊക്കെയായിരുന്നു വൈറ്റ് ചിന്തിച്ചത്. ഹച്ചിന് പറയാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ വൈറ്റ് ഹച്ചിനെ ആക്രമിക്കാൻ തുടങ്ങി. വൈറ്റിനെ കീഴ്പ്പെടുത്തി. പിന്നാലെ ഹച്ച് കാര്യങ്ങൾ പറഞ്ഞു. മാക്സിനെ രക്ഷപ്പെടുത്തിയ കാര്യമടക്കം കേട്ടപ്പോഴായിരുന്നു വൈറ്റിനൊക്കെ വ്യക്തമായത്. പിന്നാലെ ലെന്റിനെ എന്തുമാത്രം ഡേഞ്ചറസ് ആണ് എന്ന് വൈറ്റ് ഹച്ചിന് എക്സ്പ്ലെയിൻ ചെയ്തു. വൈറ്റിന്റെ അച്ഛനെ വരെ കൊന്നത് ലെന്റിനെയായിരുന്നു. അവള് ഭയങ്കര ആർത്തി പിടിച്ചൊരു സാധനമാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യും. ഉറപ്പാണ് അവള് നമ്മളെ തേടി വരും. വൈറ്റ് പറഞ്ഞത് ശരിയായിരുന്നു. ലെന്റിനെ ഈ സമയം തന്റെ മുഴുവൻ ആർമിയെയും ഉപയോഗിച്ച് ഹച്ചിനെയും വൈറ്റിനെയും ഒക്കെ വകവരുത്താൻ വേണ്ടി പുറപ്പെടാൻ ആരംഭിച്ചിരുന്നു. വൈറ്റ് പിന്നാലെ തന്റെ കയ്യിലുള്ള കുറെ ആയുധങ്ങൾ ഹച്ചിന് കാണിച്ചു കൊടുത്തു. ഹച്ച് അതെല്ലാം എടുത്ത് ചില പദ്ധതികൾ ഉണ്ടാക്കി. വാട്ടർ പാർക്കിൽ വെച്ച് ലെന്റിനെയും സംഘത്തെയും എതിരിടാനായിരുന്നു ഹച്ച് തീരുമാനിച്ചത്. അങ്ങോട്ടേക്കെത്തി അവിടെയുള്ളവരെയൊക്കെ വൈറ്റിന്റെ സഹായത്തോടെ ഹച്ച് ഒഴിപ്പിച്ചു. പിന്നാലെ അവിടെ പലതരം കെണികൾ സ്ഥാപിക്കാൻ തുടങ്ങി. പലയിടത്തും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു. ഹച്ച് വിളിച്ചതുകൊണ്ട് ഹച്ചിന്റെ സഹോദരൻ ഹാരിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇതേസമയം മറുവശത്ത് ലെന്റിനയുടെ സോൾജിയേഴ്സ് ടൗണിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഹച്ചിന്റെ അച്ഛൻ ഡേവിഡിന്റെ കോട്ടേജ് അവരുടെ ട്രാക്കിങ്ങിൽ വന്നു. ലെന്റിന തന്റെ ആളുകളോട് അങ്ങോട്ടേക്കും പോകണമെന്നും ഹച്ചിന്റെ ഫാമിലിയിൽ ഒരാൾ പോലും ജീവിക്കരുത് എന്ന മട്ടിലും ഉത്തരവിട്ടു. ഇതേസമയം ഡേവിഡിന്റെ കോട്ടേജിൽ ഹച്ചിന്റെ ഫാമിലി മുഴുവൻ ഒന്നിച്ചിരിക്കുകയായിരുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു തോക്ക് ബെക്ക കണ്ടു. സമയം രാത്രിയായി. പാർക്കിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. ആദ്യം കടന്നു വന്നത് ലെന്റിനയുടെ മെയിൻ ആളായ ഷെരീഫായിരുന്നു. ഷെരീഫ് വൈറ്റിന് മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇനി ഈ നഗരം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും, നിങ്ങളായിരിക്കില്ല. കീഴടങ്ങി എന്റെ കൂടെ വന്നാൽ നല്ലതാണ് എന്ന് ഷെരീഫ് പറഞ്ഞെങ്കിലും അവരതിനൊരുങ്ങിയില്ല. അതോടെ ഷെരീഫ് തിരികെ നടക്കാൻ തുടങ്ങിയതും ലെന്റിന ഒട്ടും മടിച്ചില്ല. ഷെരീഫിനെ വെടിവെച്ചു കൊന്നേക്കാൻ ആളുകളോട് ഉത്തരവിട്ടു. അതോടെ ഷെരീഫ് വെടിയേറ്റു വീണു. പിന്നെ അധികം വൈകിയില്ല. വൈറ്റ് ആദ്യത്തെ ട്രാപ്പ് ആക്ടിവേറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ടേക്ക് ട്രാപ്പുകളുടെ ഒരു മേളമായിരുന്നു. ലെന്റിനയുടെ ആളുകളും ഹച്ചും വൈറ്റും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു. ട്രാപ്പുകളിൽ കുടുക്കി ലെന്റിനയുടെ ആളുകളെ അവർ പരമാവധി വകവരുത്തി. സ്ഫോടനത്തിൽ ഇരയായും മിറർ റൂമിൽ വെച്ച് അപകടത്തിൽപ്പെടുത്തിയും ഒക്കെ ഹച്ച് ലെന്റിനയുടെ സോൾജിയേഴ്സിനെ കൊന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇതിനിടയിൽ വൈറ്റിന്റെ കാലിൽ ഒരു ബുള്ളറ്റ് ഏറ്റിരുന്നു. ഇതേസമയം ഹച്ചിന്റെ അച്ഛൻ ഡേവിഡും പ്രത്യേക തരത്തിലുള്ള ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ച് പോരാട്ടത്തിൽ പങ്കുചേർന്നു.
സോൾജിയേഴ്സിനെ കൊന്നുകൊണ്ടിരുന്നു. അധികം വൈകാതെ ലിൻഡിനയുടെ സോൾജിയേഴ്സിന്റെ സെക്കൻഡ് വേവ് കടന്നു വന്നു. അവർ നേരെ പോയത് ഡേവിഡിന്റെ കോട്ടേജിലേക്കായിരുന്നു. അവിടെ കാവലായി ഹാരി ഉണ്ടായിരുന്നു. ഹാരി അവരെയൊക്കെ കൈകാര്യം ചെയ്തു. ഒടുവിൽ ബാക്കിയായത് ലിൻഡിനയുടെ ഒരു ടോപ്പ് സോൾജർ ആയിരുന്നു. ഹാരിയും അയാളും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടന്നു. 1-on-1 സോഡ് ഫൈറ്റിൽ ഏറ്റവും ഒടുവിൽ ഹാരി അയാളെ അങ്ങ് കൊന്നുതള്ളി. പക്ഷെ അവരുടെ കണ്ണു വെട്ടിച്ച് ഒരു സോൾജിയർ കോട്ടേജിനകത്ത് കടന്നിരുന്നു. കോട്ടേജിനകത്തുണ്ടായിരുന്ന ബ്രാഡി തന്ത്രപൂർവ്വം അയാളെ കീഴ്പ്പെടുത്തി. അകത്തേക്ക് കടന്നു വന്ന ഹാരി പറഞ്ഞു, നിന്റെ അച്ഛൻ ഇതിന് നിന്നെയോർത്ത് അഭിമാനിക്കും. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഹച്ചും ലെൻഡിനെയും ഫേസ് ടു ഫേസ് കണ്ടു. തന്റെ ഏറ്റവും കരുത്തരായ 2 ഫൈറ്റേഴ്സിനെ ഹച്ചിനെതിരെ ലെൻഡിനെ പറഞ്ഞയച്ചു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഹച്ചിനെ അവർ കീഴ്പ്പെടുത്തി. ഫൈറ്റേഴ്സിനോട് ഹച്ചിനെ അങ്ങ് വകവരുത്തിയേക്കാൻ ഉത്തരവിട്ട് ലെൻഡിൻ അവിടെ നിന്ന് പിന്മാറാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് വൈറ്റ് വെടിയുതിർത്തത്. വീണുകിടന്നിരുന്ന വൈറ്റിൽ നിന്നുള്ള വെടിയുണ്ടകൾ ആ ഫൈറ്റേഴ്സിന്റെ ജീവൻ എടുത്തു. അത് കണ്ട ലെൻഡീന വൈറ്റിന്റെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കി. പിന്നാലെ തളർന്നു കിടന്ന ഹച്ചിനെ വകവരുത്താൻ ലെൻഡീന മുന്നിട്ട് വന്നു. പക്ഷെ അപ്പോഴേക്കും തോക്കുമായി ബെക്ക അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ബെക്ക ഒട്ടും മടിച്ചില്ല. കൃത്യമായി ഒരു ബുള്ളറ്റ് പായിച്ചു. അത് ലെൻഡീനയുടെ കണ്ണിലൂടെ തുളച്ചു കയറി തലയോട്ടി തകർത്തു. ആ നിമിഷത്തിൽ ലെൻഡീന കൊല്ലപ്പെട്ടു. പിന്നാലെ സ്ഫോടന പരമ്പര അരങ്ങേറുകയായിരുന്നു. പാർക്ക് മുഴുവൻ സ്ഫോടനത്തിനിരയായി. ഹച്ച് വേഗം ഭാര്യയുമായി അടുത്തുള്ള പൂളിലേക്ക് എടുത്തു ചാടിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. ഹച്ചും ലെൻഡീനയെയും FBI ഉദ്യോഗസ്ഥരുടെ മുമ്പിലിരിക്കുകയാണ്. എന്താണ് നടന്നത് എന്ന മട്ടിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആരാണ് നീയെന്ന് ഹച്ചിനോട് തിരക്കുന്നു. ആ സമയമാണ് അവർക്കൊരു കോൾ വന്നത്. അവരെ മോചിപ്പിക്കാൻ പറഞ്ഞുള്ള കോളായിരുന്നു. ലെൻഡിനെയും ഹച്ചും വിലങ്ങണീച്ച തങ്ങളുടെ കൈകൾ ഓഫീസേഴ്സിന്റെ മുമ്പിലേക്ക് നീട്ടി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.